അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിച്ച് ഓഫ് ട്രൂത്ത് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ആശയങ്ങളെ വിമർശനാത്മകമായി വിശകലനം ചെയ്തുകൊണ്ട് ചില മിഷനറി സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമിനോടുള്ള പ്രതികരണം എന്ന നിലക്കാണ് ഇതുപോലെ ഒരു തുറന്ന സംവാദം ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും നൂറ്റാണ്ടുകളായി സൗഹൃദത്തിൽ വർത്തിക്കുന്നവരും പരസ്പരം കൈകോർത്ത് പിടിക്കുന്നവരും സാമുദായിക മൈത്രിയുടെ വലിയ പാഠങ്ങൾ ചരിത്രത്തിൽ രചിച്ചിട്ടുള്ളവരുമാണ്. ഇത്തരം സംവാദങ്ങൾ വഴി, ചർച്ചകൾ വഴി ഈ സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ രചനാത്മകമായി ശക്തിപ്പെടുമെന്നും പരസ്പരമുള്ള അറിവിലേക്കും അടുപ്പത്തിലേക്കും ഇത്തരം വിശകലനങ്ങൾ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും നയിക്കുമെന്നുമാണ് നിച്ച് ഓഫ് ട്രൂത്ത് പ്രത്യാശിക്കുന്നത്. കേരളീയ സമൂഹത്തിന് പൊതുവിൽ ഉപകാരപ്രദമാകുന്ന സാമൂഹികമായ ഫലങ്ങൾ ഈ സംവാദം കൊണ്ടുണ്ടാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുവാനുള്ള മിഷനറിമാരുടെ പരിശ്രമങ്ങൾ ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. മിഷനറി സുഹൃത്തുക്കൾ മിഷനറി പ്രസ്ഥാനം ലോകത്ത് വേരൂന്നിയ കാലഘട്ടം മുതൽക്ക് തന്നെ പരിശുദ്ധ ഖുർആനിനെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വളരെ നിശിതമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മുസ്ലിങ്ങളുടെ പ്രതികരണം പക്ഷേ തികച്ചും വിഭിന്നമായിരുന്നു. ക്രിസ്തു യേശുവിനെ വിമർശിക്കുവാനോ അദ്ദേഹത്തെ നിന്ദിക്കുവാനോ ലോകത്ത് ഇന്നേ വരെ ഒരു മുസ്ലിം പണ്ഡിതനും സന്നദ്ധമായിട്ടില്ല എന്നതാണ് സത്യം. യേശു ക്രിസ്തു മഹാനായ പ്രവാചകനാണ് എന്നും ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനാണ് എന്നും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദൂതനാണ് എന്നും അദ്ദേഹം അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെട്ടു എന്നും അദ്ദേഹത്തെ ആദരിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും വിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയാണ് എന്നുമെല്ലാമാണ് മുസ്ലിം പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും വെളിച്ചത്തിൽ സമൂഹത്തെ എല്ലാ കാലത്തും ഉത്ബോധിപ്പിച്ചു വന്നിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുകയും അദ്ദേഹത്തെ ഒരു കള്ളപ്രവാചകനായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തെ വിമർശനങ്ങളുടെ മുൾമുനയിൽ നിർത്തുകയുമാണ് പലപ്പോഴും മിഷനറി സുഹൃത്തുക്കൾ ചെയ്യാറുള്ളത് എന്നതാണ് സത്യം. ഇവിടെ തീർച്ചയായും വിമർശനങ്ങൾ സ്വാഗതാർഹമാണ്. ഖുർആനിനെയും പ്രവാചകനെയും സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും വിമർശിക്കപ്പെട്ടുകൂടാ എന്നും അതിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൂടാ എന്നുമുള്ളൊരു നിലപാട് ഇസ്ലാമിക പ്രബോധകർക്ക് ഒരിക്കലുമില്ല. നിച്ച് ഓഫ് ട്രൂത്തിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിക വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള തുറന്ന സംവാദങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രബോധക കൂട്ടായ്മയാണിത്. വിമർശിക്കുവാനും ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും സമൂഹത്തിന് തുറന്ന അവസരം നൽകുകയും ആ വിമർശനങ്ങൾക്ക് വളരെ വസ്തുനിഷ്ഠമായി മറുപടി പറയുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രബോധക കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും പരിശുദ്ധ ഖുർആനിനെയും വിമർശിക്കുവാനുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളെ സ്വാഗതം ചെയ്യുകയും അവയോട് സൃഷ്ടിപരമായി പ്രതികരിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാമിക പ്രബോധകരുടെ നിലപാട്. വിമർശനം ഒരു അപരാധമാണ് എന്നോ ആർക്കും ഖുർആനിനെയോ പ്രവാചകനെയോ വിമർശിക്കുവാൻ അവകാശമില്ല എന്നോ ഉള്ളൊരു നിലപാട് ഞങ്ങൾക്കില്ല. പക്ഷേ വിമർശനം ഒന്നാമതായി മാന്യമാകണം, രണ്ടാമതായി വസ്തുനിഷ്ഠമാകണം. ഇത് വളരെ സ്നേഹപൂർവമായ ഒരു അഭ്യർത്ഥനയാണ്. മതവിമർശനം എന്ന പേരിൽ വൈകാരികമായ വ്യക്തിഹത്യകളിലേക്കും കേവലം ചില വികാര പ്രകടനങ്ങളിലേക്കും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പടുത്തുയർത്തിയ സംവാദത്തിന്റെ ഒരു സംസ്കാരം തന്നെ തകർന്നു പോവുകയും ഇത് കേവലം ചില ശബ്ദ കോലാഹലങ്ങളിലേക്ക് പരിമിതപ്പെട്ടു പോവുകയും ചെയ്യും എന്നതാണ് സത്യം. ഇവിടെ പലപ്പോഴും ഇസ്ലാമിക പ്രബോധകർക്ക് മറുപടി പറയാൻ വേണ്ടി എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികൾ ആ നിലവാരത്തിലേക്ക് അധപ്പതിച്ചു പോകുന്നു എന്ന സങ്കടം മാത്രമാണ് നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർക്കും പ്രബോധകർക്കും ഉള്ളത്. സൃഷ്ടിപരമായ സംവാദങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നതിന് പകരം വൈകാരികമായ വ്യക്തിഹത്യകൾ നടത്തി സമയം കഴിക്കുന്നത് എന്തു തന്നെയായാലും സങ്കടകരമാണ്. രണ്ടാമതായി
ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾ എപ്പോഴും വസ്തുനിഷ്ഠമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ജീവചരിത്രത്തെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച ശേഷം ഈ വിമർശനങ്ങൾ അടിസ്ഥാനമുള്ളത് തന്നെയാണോ എന്ന് സ്വയം ഉറപ്പുവരുത്തിയ ശേഷമാകണം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതിനു പകരം തങ്ങൾക്ക് തന്നെ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ വിമർശിക്കുവാൻ വേണ്ടി ഉന്നയിക്കുക എന്ന ശൈലി അത് ആരോഗ്യകരമായ മതപ്രബോധനത്തിനോ സംവാദത്തിനോ ഉപയുക്തമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കുവാൻ നിർവാഹമില്ല. ഇവിടെ തന്നെ നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമിൽ കാര്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളുടെ അവസ്ഥ എന്താണ്? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായപൂർത്തിയായ ഒരു പുരുഷനെ അദ്ദേഹത്തിന്റെ വളർത്തമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ഈ പുരുഷനോട് ആവശ്യപ്പെട്ടു എന്ന വിമർശനം. ഈ വിമർശനം അവതരിപ്പിച്ച ശൈലിയും രീതിയും കണ്ടാൽ ആർക്കും തോന്നിപ്പോവുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായപൂർത്തിയായ ഒരു അന്യ പുരുഷനോട് ഒരു അന്യ സ്ത്രീയുടെ സ്തനങ്ങളിൽ നിന്ന് പാൽ കുടിക്കുവാൻ അത്തരമൊരു പ്രവർത്തനം ചെയ്യാൻ അനുവദിച്ചു എന്നും അതിന് നിർദ്ദേശിച്ചു എന്നും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവതരണങ്ങൾ ഉണ്ടായത്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? നമ്മൾ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പരിശോധിക്കുക. നമുക്കറിയാം, ഇസ്ലാം ലൈംഗികതയുടെ വിഷയത്തിൽ വളരെ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഒരു ആദർശമാണ്. ബൈബിളിൽ ഒരിടത്തും കണിശവും കർക്കശവുമായ ലൈംഗിക നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ബൈബിളിന്റെ ലൈംഗിക മാർഗനിർദ്ദേശങ്ങൾ പലപ്പോഴും അവ്യക്തവും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ലൈംഗിക ജീവിതത്തിന്റെ വിശുദ്ധിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിൽ 32-ാമത്തെ വചനം പറയുന്നത് വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല എന്നാണ്. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത്, കാരണം അത് വ്യക്തമായും മ്ലേച്ഛ വൃത്തിയാണ്, നീചവൃത്തിയാണ്, വഴികേടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അവിടെ എന്താണ് വ്യഭിചാരം എന്നുപോലും ഖുർആനും പ്രവാചകചര്യയും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഒരു അന്യ സ്ത്രീയുടെ സൗന്ദര്യം, മുഖവും മുൻകൈയുമല്ലാത്ത ശരീരഭാഗങ്ങൾ, ആ ശരീരഭാഗങ്ങളിലേക്ക് ആസക്തിയോടുകൂടി നോക്കുന്നത് പോലും വ്യഭിചാരമാണ് എന്നും അത് ലൈംഗിക വിശുദ്ധിക്ക് നിരക്കുന്നതല്ല എന്നും അത് പാപമാണ് എന്നും അതിന് പടച്ചതമ്പുരാന്റെ പക്കൽ നിന്ന് ശിക്ഷ ലഭിക്കുമെന്നും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ. അതുകൊണ്ടാണ് സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് വേണം അന്യ പുരുഷന്മാർക്കിടയിലേക്ക് കടന്നു വരാൻ എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു അന്യ സ്ത്രീയുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കുന്നത് പോലും വ്യഭിചാരമാണ് എന്ന് കണിശമായി കർക്കശമായി പഠിപ്പിക്കുന്ന ആദർശമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പേരിലാണ് മിഷണറിമാർ ആരോപിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു പുരുഷനെ ഒരു അന്യ സ്ത്രീയുടെ മുല കുടിക്കുവാൻ അനുവദിച്ചു പ്രവാചകൻ എന്ന്. അവിടെ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഒന്നാമതായി ഈ ഒരു സ്ത്രീയുടെ അന്യ സ്ത്രീയുടെ മാറിടത്തിലേക്ക് നോക്കുന്നത് പോലും ഇസ്ലാമികമായി നിഷിദ്ധമാക്കപ്പെട്ടതാണ് ഒരു അന്യ പുരുഷന്. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് തന്നെ എതിരായ ഒരു പ്രവർത്തനമാണ് എന്ന് ഇസ്ലാമിന് പരിചയമുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് ഇത് സംഭവം? ഹദീസുകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 4-ാമത്തെ വചനത്തിൽ ഖുർആൻ ചില നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഖുർആൻ ഒന്നാമതായി പറഞ്ഞു, ഒരാളുടെയും മനസ്സിനകത്ത് 2 ഹൃദയങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അതിനുശേഷം ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ ഒരിക്കലും നിങ്ങളുടെ ഉമ്മമാരാവുകയില്ല. അത്തരമൊരു പരാമർശത്തിന് പ്രത്യേകമായൊരു പശ്ചാത്തലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിശ്വാസികളായ അറബികൾക്കിടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. സ്വന്തം ഭാര്യയോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ നീ എനിക്ക് എന്റെ ഉമ്മയെപ്പോലെയാണ് എന്നവർ പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധങ്ങൾ നിഷിദ്ധമാകുന്നു എന്നാണ് വിശ്വാസം. എന്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് വെറുതെ സങ്കല്പിക്കുകയാണ്. ആ പ്രഖ്യാപനത്തോടുകൂടി ലൈംഗിക ബന്ധങ്ങൾ നിഷിദ്ധമാകുന്നു. എന്നാൽ ഈ സ്ത്രീ ഒരിക്കലും വിവാഹമോചിതയാകുന്നില്ല. അതിനാൽ തന്നെ അവൾക്ക് വേറെ വിവാഹം കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയില്ല. കാലാകാലവും ഈ ഭർത്താവിന്റെ കൂടെ തന്നെ കെട്ടിയിടപ്പെടുകയും എന്നാൽ ലൈംഗിക ബന്ധത്തിനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന വളരെ ദാരുണമായ സാഹചര്യം. അവിടെ പരിശുദ്ധ ഖുർആൻ ഇടപെട്ടു. നിങ്ങളുടെ ആരുടെയും നെഞ്ചിനകത്ത് പടച്ചവൻ 2 ഹൃദയങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലാത്തതുപോലെ നിങ്ങളുടെ ആരുടെയും സ്ത്രീകളെ നിങ്ങളുടെ ഉമ്മമാരായി നിശ്ചയിച്ചിട്ടില്ല. ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ. ഉമ്മ ഭാര്യയാകുന്ന പ്രശ്നമില്ല, ഭാര്യ ഉമ്മയാകുന്ന പ്രശ്നവുമില്ല. അതിനാൽ അത്തരം പ്രഖ്യാപനങ്ങൾ നിങ്ങൾ നടത്തരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ യഥാർത്ഥ പുത്രന്മാരല്ല.
നിങ്ങൾ വളർത്തുവാൻ വേണ്ടി എടുത്തുകൊണ്ടുവന്ന് പരിരക്ഷിച്ച് വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭാര്യമാർ പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലെയല്ല. ഇവിടെ ഭാര്യ മാതാവല്ലാത്തതുപോലെ തന്നെ ദത്തുപുത്രൻ പുത്രനുമല്ല എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അറബികൾക്കിടയിൽ സാർവത്രികമായി ദത്തുപുത്രനെ സ്വന്തം പുത്രനായി പരിഗണിക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ പല തിന്മകളെയും ഘട്ടം ഘട്ടമായാണ് സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തത്. ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത് വരെ മുസ്ലിം സമൂഹത്തിൽ അടക്കം ദത്തുപുത്രന്മാർ യഥാർത്ഥ പുത്രന്മാരായി പരിഗണിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. അന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ജീവിച്ചിരുന്ന അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിക്ക് ഒരു അടിമയുണ്ടായിരുന്നു. ആ അടിമയെ മോചിപ്പിച്ചുകൊണ്ട് സ്വന്തം ദത്തുപുത്രനായിട്ടാണ് ഇദ്ദേഹം വളർത്തി വലുതാക്കിയത്. ഈ അടിമ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വളർന്നു വന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ എന്ന നിലക്കാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹല ബിൻത് സുഹൈൽ റളിയല്ലാഹു അൻഹ ഇവരെ ഈ അടിമയെ സ്വന്തം മകനെ പോലെയാണ് കണക്കാക്കിയിരുന്നതും പരിഗണിച്ചിരുന്നതും. സ്വാഭാവികമായും ഒരു മകനും അവന്റെ മാതാവും തമ്മിൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ബന്ധങ്ങളും സംസാരങ്ങളുമെല്ലാം ഇവർ തമ്മിൽ നടന്നു വന്നിരുന്നു. ഒരു അന്യ സ്ത്രീയും പുരുഷനും എന്നതിനപ്പുറത്ത് ഒരു ഉമ്മയും മകനും എന്ന നിലക്കാണ് ഇവർ പരസ്പരം പെരുമാറിയിരുന്നത്. ആ സമയത്താണ് ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത്. ആ വചനം അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി ദത്തുപുത്രന്മാർ യഥാർത്ഥ പുത്രന്മാരല്ല എന്ന വിധി വന്നു. ആ വിധിയുണ്ടായപ്പോൾ സ്വാഭാവികമായും സഹല റളിയല്ലാഹു അൻഹക്ക് പ്രയാസമുണ്ടായി. ഇനി മുതൽ എന്ത് നിലപാടാണ് ഇദ്ദേഹത്തോട് സ്വീകരിക്കേണ്ടത് എന്ന ചർച്ചയുണ്ടായി. സാലിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് റളിയല്ലാഹു അൻഹു. ഈ സാലിം റളിയല്ലാഹു അൻഹുവിനോട് ഇനി മുതൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന അന്വേഷണവുമായി ഇവർ പ്രവാചകന്റെ സന്നിധിയിലെത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു. നീ നിന്റെ ഭാര്യയുടെ മുലപ്പാൽ 5 തവണ സാലിമിന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് നീയുമായി നിന്റെ മക്കളുമായി സാഹോദര്യ ബന്ധം സ്ഥാപിക്കുവാൻ അവനെ അനുവദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു. അവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അന്യ സ്ത്രീയുടെ മാറിടത്തിലേക്ക് നോക്കുന്നത് പോലും, അവിടെ എന്നല്ല ആ സ്ത്രീയെ എവിടെയും സ്പർശിക്കുന്നത് പോലും ഇസ്ലാമികമായി നിഷിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറഞ്ഞത് മുലപ്പാൽ കുടിക്കാനാണ്. നേർക്ക് നേരെ പറഞ്ഞാൽ ഈ സ്ത്രീയുടെ മുലപ്പാൽ ഒരു പാത്രത്തിലെടുത്ത് കുടിക്കുവാനുള്ള നിർദ്ദേശം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് നൽകിയത് എന്നതാണ് സത്യം. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആ സംഭവം വിവരിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. ഇവിടെ ഇസ്ലാമികമായി മുലകുടി ബന്ധത്തെക്കുറിച്ച് ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട്, ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് മുല കൊടുത്താൽ ആ കുഞ്ഞ് ആ സ്ത്രീയുടെ സ്വന്തം മകനെ പോലെയായിത്തീരും എന്ന കാഴ്ചപ്പാടാണ്. ആ സ്ത്രീയുടെ മറ്റു മക്കൾക്ക് അവൻ അല്ലെങ്കിൽ അവൾ സഹോദരനായിരിക്കും. അവർ തമ്മിലുള്ള വിവാഹ ബന്ധങ്ങൾ നിഷിദ്ധമായിരിക്കും. ഈ രീതിയിൽ സാലിമിനെയും പരിവർത്തിപ്പിക്കുവാൻ ഉള്ളൊരു മാർഗം എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാർഗം നിർദ്ദേശിച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുലകുടി ബന്ധം വഴിയുള്ള സാഹോദര്യ ബന്ധം സ്ഥാപിക്കപ്പെടുക ആദ്യത്തെ 2 വയസ്സിന് മുമ്പുള്ള മുലയൂട്ടൽ വഴിയാണ്. ശൈശവ ദശയിൽ കുഞ്ഞിന് 2 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ മുലയൂട്ടിയ സ്ത്രീകളുമായി മാത്രമേ ആ കുഞ്ഞിന് ഈ രീതിയിലുള്ള ബന്ധമുണ്ടാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ഈ രീതിയിലുള്ള ഒരു ബന്ധം ഒരാൾക്ക് സ്ഥാപിക്കപ്പെടൂ. ഇവിടെ അങ്ങനെയുള്ള ഒരു മുലകുടിക്ക് വേണ്ടി നിർദ്ദേശിക്കുകയല്ല, മറിച്ച് അവരുടെ മുലപ്പാൽ ഉപയോഗിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുക മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നമ്മൾ ഒരു വൈദ്യന്റെ അടുത്ത് പോകുന്നു, പശുവിൻ പാൽ കുടിക്കണമെന്ന് പറയുന്നു, ആട്ടിൻ പാൽ കുടിക്കണമെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് പറഞ്ഞതിൽ നിന്ന് ആടിന്റെ അകിടിലേക്ക് പോകാനാണ് വൈദ്യന്റെ നിർദ്ദേശം എന്ന് മനസ്സിലാക്കുന്നത് എന്തുമാത്രം അബദ്ധമാണോ അതേ അബദ്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വിമർശകർക്കും വന്നു ഭവിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. അവിടെ ഇത് വിമർശിക്കുവാൻ വേണ്ടി വായിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ വൃത്തികേടിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ ആലോചിക്കുന്നത്. പ്രായപൂർത്തിയായ ഒരു പുരുഷനോട് കണിശമായ സദാചാര നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഒരു മതത്തിന്റെ പ്രവാചകൻ നൽകുന്ന ഒരു നിർദ്ദേശം, ആ നിർദ്ദേശത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ടും അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കണമെങ്കിൽ, അതിനെ ഈ രീതിയിൽ വായിക്കണമെങ്കിൽ ആ വായിക്കുന്ന മനസ്സ് എന്തുമാത്രം വൃത്തികെട്ടതായിരിക്കും എന്ന് സഹതപിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ നിർദ്ദേശത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഹദീസുകളുടെ വെളിച്ചത്തിൽ. അവരെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം, ആ നിർദ്ദേശം
ഇവർക്ക് മാത്രം ബാധകമാണ് എന്ന സത്യമാണ്. സാലിമിന് മാത്രം ബാധകമായ ഒരു മാർഗം പടച്ച തമ്പുരാനിൽ നിന്നുള്ള വഹിയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു കൊടുക്കുകയായിരുന്നു. മറ്റാർക്കും അത് ബാധകമല്ല. ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ അത്തരമൊരവസ്ഥ തന്നെ ഉണ്ടാവുകയില്ല. കാരണം ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി പരിഗണിക്കുന്ന സമ്പ്രദായം 1.5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ പരിശുദ്ധ ഖുർആൻ നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ നിരോധന പ്രസ്താവന വന്നതിന് ശേഷം സ്വന്തം പുത്രന്മാരായി ദത്തുപുത്രന്മാർ വളർന്നു വരുന്ന സ്ഥിതിവിശേഷം ഒരു വീട്ടിലും ഉണ്ടാവുകയില്ല. 2 വയസ്സിന് ശേഷം മുതിർന്ന ഒരു ആൺകുട്ടിക്ക് ഈ രീതിയിൽ മുലപ്പാൽ കൊടുത്തുകൊണ്ട് അവനുമായി ബന്ധം സ്ഥാപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുകയേയില്ല. കാരണം ദത്തുപുത്രനെ സ്വന്തം പുത്രനായി പരിഗണിക്കുന്ന സമ്പ്രദായം ഖുർആൻ നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അങ്ങനെ നിരോധിക്കുന്നതിന് മുമ്പത്തെ സമൂഹത്തിൽ ഒരു കുടുംബത്തിൽ സവിശേഷമായൊരു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആ സന്ദർഭത്തിലേക്ക് മാത്രമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചൊരു പരിഹാരമാണിത് ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ പരിഹാരം തന്നെ യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞതുപോലെയല്ല, ഞാൻ പറഞ്ഞ രൂപത്തിലാണ്. അതിലെന്ത് തകരാറാണുള്ളത് എന്ന് മിഷനറി സുഹൃത്തുക്കൾ തന്നെ വ്യക്തമാക്കണം എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവര് ഇങ്ങനെ മുലപ്പാൽ കുടിച്ചാൽ അതുവഴി ഉണ്ടാകുന്ന ബന്ധം എന്താണ്? ആ ബന്ധം തീർച്ചയായും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു അന്യ പുരുഷനല്ലാതായി മാറും. ഇവർ ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധമായി മാറും. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം? ഉമ്മക്കും മകനും പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുണ്ടോ? തീർച്ചയായും ഇല്ല. അത് നിഷിദ്ധമാണ്. എന്നാൽ അവർക്ക് സ്പർശിക്കാം, കാണാം, അവർക്ക് സംസാരിക്കാം. ലൈംഗികമായ ചുവയില്ലാതെ തന്നെ സാധാരണ നിലക്കൊരു മാതാവും മകനും തമ്മിൽ നടക്കുന്ന എല്ലാ സഹവാസങ്ങളെ കുറിച്ച് നമുക്കറിയാം പ്രകൃതിപരമായി. ആ സഹവാസങ്ങൾ മുഴുവൻ ഇവർക്കിടയിൽ അനുവദനീയമായി തീരും. അതിനുവേണ്ടി എന്തിനാണ് മിഷനറി സുഹൃത്തുക്കൾ ആശങ്കപ്പെടുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇസ്ലാമികമായി അന്യ സ്ത്രീയുമായി ഈ രീതിയിലുള്ള ഇടപഴകലുകൾ പോലും നിഷിദ്ധമാണ്. ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളിലേക്ക് നോക്കുന്നത് നിഷിദ്ധമാണ്. ആ സ്ത്രീയുമായി അടുത്തിടപഴകി സംസാരിക്കുന്നത് നിഷിദ്ധമാണ്. ഇവയെല്ലാം നിഷിദ്ധമാണ്. എന്നാൽ മാതാവിന്റെ സ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി കുറെ കൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ആ സ്ത്രീയോട് പെരുമാറാൻ ഇയാൾക്ക് അവകാശമുണ്ടാകും എന്നത് മാത്രമാണ് വരുന്നത്. ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസക്തമേയല്ല. കാരണം ഏത് സ്ത്രീയെയും സ്പർശിക്കാം എന്നതാണ് അവിടെ നിലപാട്. ഏത് സ്ത്രീയെയും വേണമെങ്കിൽ ആലിംഗനം ചെയ്യാം എന്നതാണ് അവിടെ നിലപാട്. ഏത് സ്ത്രീയുമായും എത്ര അടുത്തിടപഴകിയും സംസാരിക്കാം എന്നതാണ് നിലപാട്. സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായി മറച്ചുകൊണ്ടാണ് അന്യ പുരുഷന്മാർക്കിടയിലേക്ക് കടന്നു വരേണ്ടത് എന്ന നിയമമൊന്നും ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ നിയമങ്ങൾ മുഴുവൻ സദാചാരനിഷ്ഠമായ ഇസ്ലാമിക സമൂഹത്തിന് മാത്രം ബാധകമാണ്. അവിടെ അന്യ സ്ത്രീകളുമായുള്ള ഈ രീതിയിലുള്ള എല്ലാ സഹവാസങ്ങളും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ സഹവാസങ്ങളാണ് യഥാർത്ഥത്തിൽ മുലകുടി ബന്ധം വഴി അനുവദനീയമാകുന്നത്. ക്രൈസ്തവ സമൂഹത്തിൽ ഈ ബന്ധങ്ങളെല്ലാം മുലകുടി ബന്ധമില്ലാതെ തന്നെ അനുവദനീയമാണ് എന്നതാണ് സത്യം. അതിനാൽ ഈ വിമർശനങ്ങളുടെ ധാർമ്മികമായ അടിത്തറ തന്നെ യഥാർത്ഥത്തിൽ തീർത്തും ദുർബലമാണ് എന്നതാണ് സത്യം. ഞാൻ വിശദമായി സംസാരിക്കുകയല്ല. എന്തുമാത്രം വൃത്തികെട്ട മനസ്സോടുകൂടിയാണ് വളരെ വ്യക്തമായ സംഭവങ്ങൾ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നതും അതിൽ നിന്ന് തെറ്റായ ആശയങ്ങൾ നിർദ്ധരിക്കപ്പെടുന്നതും എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ മുത്അ വിവാഹത്തിന്റെ കാര്യം വളരെ കാര്യമായി സൂചിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്അ വിവാഹത്തെ നിരോധിച്ചിട്ടില്ല പോലും. ഉമർ റളിയല്ലാഹു അൻഹുവാണ് പോലും മുത്അ വിവാഹത്തെ നിരോധിച്ചത്. ഈ ഗവേഷണങ്ങൾ മുഴുവൻ നടത്തുന്നതിനിടക്ക് ഏറ്റവും ആധികാരികമായ 2 ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഖാരിയും മുസ്ലിമും അത് രണ്ടും തന്നെ പരിശോധിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു ആരോപണം ഒരിക്കലും ഉന്നയിക്കില്ലായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ വാക്കുകളിൽ മുത്അ വിവാഹത്തെ നിരോധിച്ച 15ഓളം നിവേദനങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് 15ഓളം വ്യത്യസ്ത നിവേദനങ്ങൾ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട്, സ്വഹീഹുകളിൽ തന്നെയുണ്ട്. ഞാൻ പറയുന്നത് മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ഒരു സംശയവുമില്ലാത്ത ഏറ്റവും ആധികാരികമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്അ വിവാഹത്തെ സമ്പൂർണമായി നിരോധിച്ച 15ഓളം നിവേദനങ്ങളുണ്ട്. പല രീതിയിലുള്ള വാചകങ്ങളിൽ ഇസ്ലാമിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതും
അറബ് സമൂഹത്തിൽ നിലനിന്നൊരു സമ്പ്രദായമായിരുന്നു. ഇസ്ലാം തിന്മകളെ നിഷ്കാസനം ചെയ്തത് പടിപടിയായിട്ടാണ്. ആദ്യഘട്ടത്തിൽ ഈ തിന്മ നിരോധിക്കപ്പെട്ടിരുന്നില്ല. പടിപടിയായ ഒരു പരിവർത്തനമാണ് ആ സമൂഹത്തിൽ ഇസ്ലാം സാധ്യമാക്കിയത് എന്നതുകൊണ്ട് തന്നെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ച പുരോഗമിച്ചപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിൽ മുത്അ വിഭാഗത്തെ സമ്പൂർണ്ണമായി നിരോധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ പറഞ്ഞതായി മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അന്ത്യനാൾ വരെ, ഈ ദിവസം മുതൽ അന്ത്യനാൾ വരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ മുത്അ വിവാഹം നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇത്ര വലിയ ഗവേഷണങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നടത്തിയിട്ട് ഈ ഹദീസുകൾ കാണാൻ മിഷനറിമാർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് അത്ഭുതത്തോടു കൂടി ഞാൻ ആലോചിച്ചു പോവുകയാണ്. വളരെ കൃത്യമായി പ്രവാചകൻ മുത്അ വിവാഹത്തെ നിരോധിച്ച 15ഓളം നിവേദനങ്ങൾ ഉണ്ടായിട്ട്, ആധികാരികമായ നിവേദനങ്ങൾ ഉണ്ടായിട്ട് അവ മുഴുവൻ മറച്ചുവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരോധിച്ചിട്ടില്ല എന്ന് കളവ് പറഞ്ഞുകൊണ്ടാകണമോ നമ്മുടെ മതപ്രബോധനം എന്ന് ചിന്തിക്കുവാനുള്ള വിവേകമെങ്കിലും കാണിക്കണമെന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇതേപോലെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, മുസ്ലിങ്ങൾ വിഗ്രഹാരാധകരാണ് പോലും. മതപ്രബോധനത്തിന്റെ വേദികൾ എന്നു മുതലാണ് ഇങ്ങനെയുള്ള തമാശകളുടെ വേദികളായത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വിഗ്രഹാരാധനക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ എടുക്കുകയും അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹവും അവർക്ക് മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥവും വിഗ്രഹാരാധനയാണ് ഉദ്ഘോഷിക്കുന്നത് എന്ന് പറയണമെങ്കിൽ എന്തുമാത്രം മനസ്സുകൾ അന്ധമായി തീരണം എന്ന് മാത്രമാണ് ചോദിക്കുവാനുള്ളത്. എന്താണ് മുസ്ലിങ്ങളുടെ വിഗ്രഹാരാധനയുടെ തെളിവ്? മക്കയിൽ ഒരു ആരാധനാലയമുണ്ട്. ആ ആരാധനാലയത്തിന്റെ പേര് കഅബ എന്നാണ്. ആ കഅബ എന്ന ആരാധനാലയത്തിലേക്ക് മുസ്ലിങ്ങൾ തീർത്ഥാടനത്തിന് പോകുന്നു. അവിടെ മുസ്ലിങ്ങൾ പല കർമ്മങ്ങളും ചെയ്യുന്നു. അത് വിഗ്രഹാരാധനയുടെ തെളിവാണ് എന്നാണ് പറയുന്നത്. ഇതേപോലെ കഅബ എന്ന് പറയുന്ന ആരാധനാലയത്തിന്റെ ഒരു മൂലയിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കല്ലിനെ വളരെ പ്രാധാന്യത്തോടു കൂടി അവർ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾ വിഗ്രഹാരാധകരാണ്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്, അതിനെന്തിനാണ് കഅബയിലേക്ക് പോകുന്നത്? ഈ നാട്ടിൽ ഒരുപാട് പള്ളികളില്ലേ? ആ പള്ളികളിൽ മുഴുവൻ മുസ്ലിങ്ങൾ നമസ്കരിക്കാൻ പോകുന്നില്ലേ? അവിടെ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ലേ? അവയെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ വിഗ്രഹാരാധകരാണ് എന്ന് പറഞ്ഞുകൂടായിരുന്നു? കഅബയിൽ ഒരു കല്ല് മാത്രമല്ല ഉള്ളത്, കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടമാണത്. ആ കെട്ടിടത്തിൽ ഒരുപാട് കല്ലുകളുണ്ട്. ആരാധനാലയം നിർമ്മിക്കുവാൻ വേണ്ടി കല്ലുപയോഗിക്കുന്നത് വിഗ്രഹാരാധനക്ക് തെളിവാണ് എന്ന് പറയുന്ന ഗവേഷണങ്ങൾ ആണ് ഇത്തരം രംഗങ്ങളിൽ ഉണ്ടാകുന്നത് എന്നതാണ് ഏറെ സഹതാപാർഹം. യഥാർത്ഥത്തിൽ എന്താണ് ആരാധന എന്നെങ്കിലും വളരെ വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആരാധന? ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ഒരു വസ്തുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു യേശുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ശ്രീകൃഷ്ണനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്. ബഹുദൈവ ആരാധന പ്രപഞ്ചനാഥന് പുറമെയുള്ള വസ്തുക്കളെയോ വ്യക്തികളെയോ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ പേരാണ്. കഅബയോട് ലോകത്തൊരു മുസ്ലിമും പ്രാർത്ഥിക്കുന്നില്ല. കഅബയോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആൻ എവിടെയും നിർദ്ദേശിക്കുന്നില്ല. കഅബയെ ആരാധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് അതൊരു ആരാധനാലയമാണ് എന്നാണ്. ആ ആരാധനാലയത്തിന്റെ പ്രത്യേകത അതാണ്, ലോകത്തിലെ ആദ്യത്തെ ആരാധനാലയം എന്നതാണ്. അത് ലോകത്തിലെ ആദ്യത്തെ ആരാധനാലയമായതുകൊണ്ട് അവിടെ ചെന്ന് പ്രപഞ്ചനാഥൻ ആരാധനകൾ അർപ്പിക്കണം നിങ്ങൾ എന്ന് കൽപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. അവിടെ ചെന്ന് അതിന് ആരാധനകൾ അർപ്പിക്കുകയല്ല, പ്രപഞ്ചനാഥൻ ആരാധനകൾ അർപ്പിക്കുക. പ്രപഞ്ചനാഥൻ ആരാധനകൾ അർപ്പിക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആരാധനാലയം മാത്രമാണ് കഅബ. അതല്ലാതെ കഅബ ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവല്ല. ഇതേപോലെ തന്നെയാണ് കഅബയിലുള്ള കല്ലിന്റെ കാര്യവും. ഹജറുൽ അസ്വദ് എന്നാണ്. ഹജറുൽ അസ്വദ് എന്ന അറബിയിൽ പറയുമ്പോൾ ചിലപ്പോൾ പലരും തെറ്റിദ്ധരിക്കും. അതിന് നേർക്കുനേരെ മലയാള പരിഭാഷ കറുത്ത കല്ല് എന്നാണ്. ഒരു കല്ല് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയത്. കഅബ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട കല്ലുകളിൽ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ച കല്ലാണത് എന്ന് പറയുന്നു. ഹദീസുകളിൽ ആ കല്ലിന്റെ ഒരുപാട് പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. ഇവിടെ വിഷയം അതൊന്നുമല്ല. കഅബയിൽ ചെന്നാൽ മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ട ഒരു ആരാധനയുണ്ട്. ആ ആരാധനയുടെ പേര് ത്വവാഫ് എന്നാണ്. ആ ത്വവാഫ് മറ്റൊന്നുമല്ല, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി കഅബക്ക് ചുറ്റും നടക്കലാണ്. ഈ നടത്തം എവിടെ നിന്ന് ആരംഭിക്കണം? അതിനൊരു മാനദണ്ഡം വേണം. ഈ കല്ലിന്റെ നേരെ നിന്നുകൊണ്ടാണ് ഈ നടത്തം ആരംഭിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കഅബക്ക് ചുറ്റുമുള്ള ത്വവാഫ് ആരംഭിക്കുവാനുള്ള നാട്ടക്കുറിയാണ് ഹജറുൽ അസ്വദ് എന്നർത്ഥം.
ഇവിടെ ഈ കല്ലിനെ ആരും പൂജിക്കുന്നില്ല, കല്ലിനോട് പ്രാർത്ഥിക്കുന്നില്ല, കല്ലിനെ വണങ്ങുന്നില്ല, കല്ലിനോട് സഹായം അർത്ഥിക്കുന്നില്ല, കല്ലിനെ ആരാധിക്കുന്നില്ല. മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആ കല്ലിനെ ചുംബിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രദക്ഷിണം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പൊരുത്തം ആഗ്രഹിക്കുന്നത് പ്രപഞ്ചനാഥനിൽ നിന്ന്, പ്രാർത്ഥിക്കുന്നത് പ്രപഞ്ചനാഥനിൽ നിന്ന്, ഭക്തി പോകുന്നത് പ്രപഞ്ചനാഥനിലേക്ക്. ഇവ പ്രപഞ്ചനാഥൻ പറഞ്ഞതുകൊണ്ട് ആരാധനക്കുള്ള സ്ഥലങ്ങളായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇതിനെയാണ് ബഹുദൈവാരാധന എന്ന് പറയുന്നതെങ്കിൽ ഇവിടെയെല്ലാമുള്ള ക്രൈസ്തവ ആരാധനാലയങ്ങൾ, പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരുടെ തന്നെ ആരാധനാലയങ്ങൾ, ആ ആരാധനാലയങ്ങൾ തന്നെ മതിയാകും ഇത് ബഹുദൈവാരാധനയാണ് എന്ന് പറയാൻ. അതിനാൽ കെട്ടിടങ്ങളോ ആരാധന നടത്തുന്ന സ്ഥലങ്ങളോ അല്ല ബഹുദൈവാരാധനയുടെ സൂചകങ്ങൾ, മറിച്ച് അവയോടാണോ പ്രാർത്ഥിക്കുന്നത് എന്നതാണ് പരിശോധിക്കേണ്ടത്. ഞാൻ പറയുന്നു, പടച്ചവനോടല്ലാതെ, ദൈവം തമ്പുരാനോടല്ലാതെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനോ പ്രവാചകചര്യയോ പഠിപ്പിച്ചതായി മിഷനറിമാർക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അതാണ് അവർ തെളിയിക്കേണ്ടത്. അത് തെളിയിക്കുമ്പോൾ മാത്രമാണ് ബഹുദൈവാരാധനക്ക് അത് തെളിവാവുക. പിന്നെ ഇത് മുഴുവൻ മനസ്സിലായത് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ് എന്നാണ്. അങ്ങനെയല്ല, എല്ലാ മുസ്ലിങ്ങളും മനസ്സിലാക്കിയതുപോലെ ഉമറും അത് മനസ്സിലാക്കി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കല്ലേ, നീ ഒരു കല്ല് മാത്രമാണ്, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. പ്രവാചകൻ ഇങ്ങനെയാണ് ഈ ആരാധനാകർമ്മം പഠിപ്പിച്ചത്. അതിന് നിന്നെ ഒരു നാട്ടക്കുരിയാക്കി വെച്ചു, ഒരു തുടക്കമാക്കി വെച്ചു, നിന്നെ ചുംബിക്കണമെന്ന് പഠിപ്പിച്ചു. പടച്ചവന്റെ പ്രതിഫലം കിട്ടാൻ ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ നീ എനിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന വിശ്വാസം എനിക്കില്ല. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന് മാത്രമുണ്ടായ തിരിച്ചറിവല്ല, അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. നമ്മളെല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുസ്ലിമും ആ വിഷയത്തെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. ഇതേപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ സംസാരിച്ച ബഹുമാനനായ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു, ആ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്നയാൾക്ക് മദ്യം നിഷിദ്ധമാണ് എന്ന് മനസ്സിലാവുകയില്ല പോലും. ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മദ്യം നിഷിദ്ധമാണ് എന്ന് മനസ്സിലാവുകയില്ല. പിന്നെ ലോകത്തെ ഏത് മതഗ്രന്ഥം വായിച്ചാലാണ് മദ്യം നിഷിദ്ധമാവുക എന്ന് മനസ്സിലാവുക എന്നാണ് അത്ഭുതത്തോടു കൂടി നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. എനിക്ക് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയും, ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മതസമൂഹം മദ്യപാനത്തെ കളങ്കമില്ലാത്ത പാപമായി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അതിനെ വലിയൊരു നിഷിദ്ധമായി പരിഗണിക്കുന്നുണ്ടെങ്കിൽ, മദ്യപാനത്തിന്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് മതപരമായൊരു ബാധ്യതയായി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹം മാത്രമാണ്. അത് മിഷനറിമാർ ഉത്ബോധന പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടാണോ, ഏതെങ്കിലും ക്രൈസ്തവ സാഹിത്യങ്ങൾ വായിച്ചത് കൊണ്ടാണോ? തീർച്ചയായുമല്ല. അവർ പരിശുദ്ധ ഖുർആൻ വായിച്ചത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. ഖുർആനിന്റെ വചനങ്ങളും പ്രവാചകന്റെ കൽപ്പനകളും അവരെ ബോധ്യപ്പെടുത്തി മദ്യപാനം മഹാപാപമാണ് എന്ന്. അതുകൊണ്ട് മുസ്ലിം സമൂഹം വലിയ അളവിൽ മദ്യപാനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ പുതിയ റിപ്പോർട്ടുണ്ട്, ആരോഗ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ മദ്യപാനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് മദ്യപാനം ഒരു സമൂഹത്തിൽ കുറയാൻ പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇസ്ലാമിന്റെ സാന്നിധ്യമാണ് എന്നാണ്. ഇന്നും ഒരു മതസമൂഹം എന്ന നിലക്ക് മുസ്ലിങ്ങളെ ഈ വിഷയത്തിൽ സ്വാധീനിക്കുവാൻ ഖുർആനിനും പ്രവാചകചര്യക്കും കഴിയുന്നു. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിൽ ഖുർആൻ വായിച്ചൊരു മുസ്ലിമിനും തോന്നിയില്ല മദ്യപാനം നിഷിദ്ധമല്ല എന്ന്. പക്ഷേ കേരളത്തിലെ ചിലർക്ക് ഇപ്പോഴത് തോന്നുന്നു. അതെന്തുകൊണ്ട് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മനസ്സിന്റെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾ വളരെ വളരെ ശാന്തമായി ആലോചിച്ച് നോക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ലഹരി പദാർത്ഥങ്ങൾ അത് മ്ലേച്ഛമാണ്, പൈശാചികമാണ്, അത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർക്കശമായാണ് ഈ വിഷയം സംസാരിച്ചത്. ഞാൻ ചുരുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ലഹരി വസ്തുക്കൾ നിഷിദ്ധമാണ്, അത് എത്ര ചെറിയ അളവിലാണെങ്കിലും. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ലഹരി വസ്തുക്കൾ നിഷിദ്ധമാണ്, അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും അത് മദ്യം തന്നെ ആകണമെന്നില്ല. ഏത് പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ലഹരി പദാർത്ഥങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി മദ്യം ഉപയോഗിക്കാൻ പറ്റുമോ? പ്രവാചകൻ പറഞ്ഞു, പാടില്ല, ലഹരി ഉണ്ടാക്കുമെങ്കിൽ അത് നിഷിദ്ധമാണ്. വേറൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ചികിത്സക്ക് വേണ്ടി മദ്യം ഉപയോഗിക്കാൻ പറ്റുമോ? പ്രവാചകൻ പറഞ്ഞു, പാടില്ല, അത് നിഷിദ്ധമാണ്. റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യപാനി വിഗ്രഹാരാധകനെ പോലെ നാളെ പ്രപഞ്ചനാഥനെ കണ്ടുമുട്ടും. ഇത്രയും കണിശമായി ലഹരി ഉപഭോഗത്തിന്റെ എല്ലാ രീതികളും പ്രവാചകൻ നിരോധിച്ചത് കൊണ്ടാണ് മുസ്ലിം സമൂഹം അതിൽ നിന്ന് വിട്ടുനിന്നത്. മറുവശത്ത് എന്താണ് അവസ്ഥ എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ബൈബിളിൽ നിന്ന് ലഹരി ഉപേക്ഷിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുമോ? സുഭാഷിതങ്ങളിലെ പരാമർശങ്ങളുണ്ട്. തീർച്ചയായും മദ്യത്തിനെതിരായ വർത്തമാനങ്ങളുണ്ട്. എന്നാൽ അതേ ബൈബിളിൽ തന്നെ ലോത്ത് മദ്യപിച്ചതായ വർത്തമാനമുണ്ട്. ഇതേപോലെ നോഹ മദ്യപിച്ചതായ വർത്തമാനങ്ങളുണ്ട്. ഈ രീതിയിൽ മഹാനായ യേശു ക്രിസ്തു പോലും ഒരു കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി അത് ആളുകൾക്ക് വിളമ്പിക്കൊടുത്ത വർത്തമാനങ്ങളുണ്ട്. പരിശുദ്ധരായ പ്രവാചകന്മാർ പോലും മദ്യമുണ്ടാക്കുകയും മദ്യം വിളമ്പുകയും മദ്യം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്ന സന്ദേശം നൽകുന്ന ബൈബിളിനാണോ യഥാർത്ഥത്തിൽ ലോകത്തെ മദ്യമുക്തമാക്കാൻ കഴിയുക എന്ന് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം ഇത് മാത്രമാണ്. തീർച്ചയായും കേരളത്തെ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ സംവാദങ്ങളും മതവിമർശനങ്ങളും സ്വാഗതാർഹമാണ്. നമുക്ക് കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, പരസ്പരം അടുക്കണം, സ്നേഹവും സൗഹാർദ്ദവും വളർത്തണം. ഇവിടെ തീർച്ചയായും ഇസ്ലാമിനെയും പ്രവാചകനെയും ആർക്കും വിമർശിക്കാം. എന്നാൽ ആ വിമർശനങ്ങൾ വസ്തുനിഷ്ഠമാകണം. തീർത്തും അടിസ്ഥാനരഹിതമായ യാതൊരു അടിത്തറയുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സമയം കഴിച്ചുകൊണ്ടാകരുത് നമ്മൾ മതവിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.